ഹലോ ഗൈസ്, നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നുണ്ടോ? ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ NAV കുറവാണെങ്കിൽ അതാണ് മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ മാർക്കറ്റിലെ മറ്റ് ഉയർന്ന NAV ഉള്ള ഫണ്ടുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ? ഒരു സാധാരണ ഇൻവെസ്റ്ററുടെ മനസ്സിൽ ഇത്തരം ചോദ്യങ്ങൾ എപ്പോഴും വരാറുണ്ട്. അതിനാൽ ഇന്നത്തെ ചാപ്റ്റർ NAV അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് ഒരു സാധാരണ ചോദ്യമാണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്ററുടെ മനസ്സിൽ വരുന്നത്. NAV കുറവാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ല ഓപ്ഷനാണോ? NAV കൂടുതലാണെങ്കിൽ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതല്ല, അല്ലെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത്ര ലാഭകരമല്ല എന്നോ? അതിനാൽ ഒരു ഇൻവെസ്റ്ററുടെ മനസ്സിൽ ഈ ചോദ്യം വരുന്നു. പക്ഷേ ഈ മിത്ത് നമുക്ക് തള്ളിക്കളയാം. ഹായ് ഗൈസ്, ഞങ്ങളുടെ ചാനലായ സെന്റ് വിശാല സെന്റസിറ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ വെൽത്ത് പാർട്ണർ. എൻ്റെ പേര് അനുജ്. നിങ്ങൾ കാണുന്നത് സീരീസ് 5 പാസ് 4 ഷോർട്ട് വീഡിയോകളാണ്. ഇപ്പോൾ വരെ നാം സീരീസ് 5 എന്നതിൻ്റെ 6 ചാപ്റ്ററുകൾ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചാപ്റ്റർ നമ്പർ 7 കുറിച്ച് നാം ഇന്ന് ചർച്ച ചെയ്യാനാണ് പോകുന്നത്. NAV എങ്ങനെ കണക്കാക്കുന്നു എന്ന് നോക്കാം. ഒരു ഫണ്ടിന്റെ നെറ്റ് ആസറ്റ് വാല്യൂ എങ്ങനെ കണക്കാക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുൻപത്തെ ചാപ്റ്ററിൽ നാം ഡിസ്ട്രിബ്യൂട്ടർമാരെ കുറിച്ച് പഠിച്ചു. മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർമാർ ആരാണ്? ഫണ്ട് മാനേജ്മെന്റിലെ ചാനൽ പ്രാക്ടീസുകൾ എന്തൊക്കെയാണ്? ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ നടക്കുന്നു? ഓൺലൈൻ ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ചെയ്യാം? മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടർ ആകാനുള്ള പ്രൊസീജിയർ എന്താണ്? അതിനുശേഷം ബ്രോക്കറേജ് എങ്ങനെ ലഭിക്കും എന്നതും നാം കണ്ടു. ഇന്ന് നാം സംസാരിക്കാൻ പോകുന്ന ചാപ്റ്റർ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ NAV അടിസ്ഥാനമാക്കിയുള്ളതാണ്. അതായത് എങ്ങനെ നാം ഒരു മ്യൂച്വൽ ഫണ്ടിന്റെ NAV കണക്കാക്കുന്നു എന്നതാണ്. പറയപ്പെടുന്നത് പോലെ NAV എന്നത് ആ ഫണ്ടിന്റെ ഷെയർ വിലയാണെന്ന് പറയാം. ഏത് മ്യൂച്വൽ ഫണ്ടിന്റെയും NAV. ഇന്ന് നാം ഇത് ചർച്ച ചെയ്യാം. നമുക്ക് തുടങ്ങാം. കാണൂ, മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്ന ഈ ഇൻവെസ്റ്റർ തന്നെയാണ് യൂണിറ്റിന്റെ യഥാർത്ഥ ഉടമ. അതായത് യഥാർത്ഥ അവകാശം എപ്പോഴും ഇൻവെസ്റ്റർമാരുടെ കയ്യിലായിരിക്കും. മറ്റൊന്നും, യൂണിറ്റുകളുടെ വാങ്ങലും വിൽപ്പനയും നടക്കുമ്പോൾ ഒരാൾ വാങ്ങുന്നവനാണ്, മറ്റൊന്ന് വിൽക്കുന്നവനാണ്. അതിനാൽ ഇത് ഒരു ന്യായമായ മൂല്യനിർണ്ണയ തത്വത്തിൽ നടക്കണം. എല്ലാവർക്കും ന്യായമായ മൂല്യമാണ് ലഭിക്കേണ്ടത്. ആ ബെയർ ആരായാലും നിങ്ങൾ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോഴും അതേ നിയമം ബാധകമാണ്. നിങ്ങളുടെ നിക്ഷേപത്തിന് നിങ്ങൾക്ക് ഒരു ന്യായമായ വില ലഭിക്കണം. അതിനാൽ ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ചില മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. അതായത് ഒരു വാങ്ങുന്നവനും വിൽക്കുന്നവനും അവരുടെ നിക്ഷേപത്തിന് ഒരു ന്യായമായ വില ലഭിക്കണം. അതിനാൽ നമുക്ക് നോക്കാം ആ ഫെയർ വാല്യുവേഷൻ പ്രിൻസിപ്പിളുകൾ ഏവയാണ് എന്ന്. ഇത്തരം ന്യായമായ മൂല്യനിർണ്ണയ ചികിത്സ ഉറപ്പാക്കുന്നതിനായി ഇതാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഫെയർ വാല്യുവേഷൻ പ്രിൻസിപ്പിളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇനി ആ പ്രിൻസിപ്പൽ ആരാണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾ നമ്പർ 1, ഓരോ സെക്യൂരിറ്റിയുടെയും മൂല്യനിർണ്ണയം മാർക്കറ്റ് വിലയിൽ ആകണം. മ്യൂച്വൽ ഫണ്ടിൽ എടുത്തിരിക്കുന്ന ഏതെങ്കിലും സെക്യൂരിറ്റിയുടെ മൂല്യനിർണ്ണയം ചെയ്യുമ്പോൾ അതിന്റെ മൂല്യം മാർക്കറ്റ് വിലയിലോ അതിന്റെ യഥാർത്ഥ റിയലൈസ്ഡ് മൂല്യത്തിലോ ആകണം. അതിനാൽ പ്രിൻസിപ്പിൾ നമ്പർ 1 പ്രകാരം ഇൻവെസ്റ്റ്മെന്റുകളുടെ മൂല്യനിർണ്ണയം ഫെയർ വാല്യുവേഷൻ എന്ന പ്രിൻസിപ്പിൾ അടിസ്ഥാനമാക്കിയാണ് ചെയ്യേണ്ടത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മൂല്യനിർണ്ണയം റിയലൈസബിൾ മൂല്യത്തെ പ്രതിഫലിപ്പിക്കണം, അതായത് മാർക്കറ്റ് മൂല്യത്തെയാണ് കാണിക്കേണ്ടത്. കൂടാതെ മൂല്യനിർണ്ണയം നല്ല വിശ്വാസത്തോടെയും ആവശ്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള അനുയോജ്യമായ മൂല്യനിർണ്ണയ നയങ്ങളും നടപടികളും പാലിച്ചായിരിക്കണം. മൂല്യനിർണ്ണയ നയങ്ങളും നടപടികളും എന്തൊക്കെയാണെന്ന് നമുക്ക് പിന്നീട് വിശദമായി കാണാം. എന്നാൽ അത് സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് മൂല്യത്തിൽ അടിസ്ഥാനമാക്കിയിരിക്കണം. രണ്ടാം പ്രിൻസിപ്പിൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന മൂല്യനിർണ്ണയ രീതികൾ ഡയറക്ടർ ബോർഡ് അംഗീകരിച്ചിരിക്കണം. പ്രിൻസിപ്പിൾ നമ്പർ 2 പ്രകാരം അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ബോർഡ് അംഗീകരിച്ച നയങ്ങളും നടപടികളും ഓരോ സെക്യൂരിറ്റിയുടെയും മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന രീതികൾ വ്യക്തമാക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ രീതികളും, അതായത് മെത്തഡോളജികൾ, അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ട്രസ്റ്റികളുടെ ബോർഡ് അംഗീകരിച്ചിരിക്കണം. മൂന്നാം പ്രിൻസിപ്പിൾ പറയുന്നു, മൂല്യനിർണ്ണയം സെബി നിർദ്ദേശിച്ച പ്രൊസീജിയറിൽ സെബി നിർദ്ദേശിച്ച ഫോർമാറ്റിൽ തന്നെ നടത്താം. അതിനാൽ മ്യൂച്വൽ ഫണ്ടിലെ എല്ലാ ആസ്തികളും സ്ഥിരതയോടെ നയങ്ങളും നടപടികളും അനുസരിച്ച് മൂല്യനിർണ്ണയം ചെയ്യാം. നയങ്ങളും നടപടികളും പ്രത്യേക സാഹചര്യങ്ങളിൽ മാർക്കറ്റ് കൊട്ടേഷനുകൾ ലഭ്യമല്ലാത്ത സെക്യൂരിറ്റികൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് വിശദീകരിക്കണം. അതിനാൽ മൂല്യനിർണ്ണയ നയങ്ങളും നടപടികളും നിരന്തരം റിവ്യൂ ചെയ്യേണ്ടതാണ്. അസറ്റ് മാനേജ്മെന്റ് കമ്പനി മൂല്യനിർണ്ണയ നയങ്ങളും നടപടികളും കാലാനുസൃതമായി റിവ്യൂ ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കണം. ഉപയോഗിക്കുന്ന മെത്തഡോളജികളുടെ യോഗ്യതയും കൃത്യതയും ഉറപ്പാക്കാനും സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിൽ അതിന്റെ ഫലപ്രദമായ നടപ്പാക്കലും ഉറപ്പാക്കാനും. നാം ഏതെങ്കിലും സെക്യൂരിറ്റിയുടെ മൂല്യം നിർണ്ണയിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മെത്തഡോളജികളിൽ യോജ്യവും അത്യന്തം കൃത്യവുമായ രീതിയുണ്ടാകണം. നിങ്ങൾ രൂപപ്പെടുത്തിയ നയങ്ങളും നടപടികളും കാലാനുസൃതമായി റിവ്യൂ ചെയ്യേണ്ടതാണ്. അതിനാൽ പ്രിൻസിപ്പിൾ നമ്പർ 4 ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. പ്രിൻസിപ്പിൾ നമ്പർ 5 പ്രകാരം മൂല്യനിർണ്ണയ നയങ്ങളും നടപടികളും മാനേജ്മെന്റ് ബോർഡ് അംഗീകരിച്ചിരിക്കണം. കൂടാതെ ഇവയിൽ താൽപര്യ സംഘർഷം ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം. അതായത് മൂല്യനിർണ്ണയം ഏതെങ്കിലും താൽപര്യ സംഘർഷത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കണം.
പ്രിൻസിപ്പിൾ നമ്പർ 6 പറയുന്നത് നിങ്ങളുടെ മൂല്യനിർണ്ണയ പ്രിൻസിപ്പിൾസ്, അതായത് സെക്യൂരിറ്റികളുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷനിൽ വിശദീകരിച്ചിരിക്കണം എന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ എന്നത് ഓഫർ ഡോക്യുമെന്റിന്റെ ഭാഗമാണ്. ഇത് ഓഫർ ഡോക്യുമെന്റുകൾ എന്ന അധ്യായത്തിൽ നാം വളരെ വിശദമായി പഠിച്ചിട്ടുണ്ട്. അതിനാൽ നിങ്ങൾ സെക്യൂരിറ്റിയുടെ മൂല്യനിർണ്ണയത്തിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും മെത്തഡോളജി ആയാലും. അതിനാൽ ആ ഫെയർ വാല്യുവേഷൻ പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷനിൽ വളരെ വ്യക്തമായി ഉൾപ്പെടുത്തേണ്ടതാണ്. അതിനെ നിങ്ങൾ വിശദമായി വ്യക്തമാക്കണം. പ്രിൻസിപ്പിൾ 7 പറയുന്നത് ഓരോ സെക്യൂരിറ്റിയുടെയും ഫെയർ വാല്യുവേഷൻ ചെയ്യാനുള്ള ഉത്തരവാദിത്വം, അതായത് വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ് പാലിക്കുന്ന ഉത്തരവാദിത്വം ദേമയുടേതാണ്. ബക്കം തന്നെയാണ് ഓരോ സെക്യൂരിറ്റിയുടെയും ശരിയായും ന്യായമായും മൂല്യനിർണ്ണയം നടത്താനുള്ള മുഴുവൻ ഉത്തരവാദിത്വവും വഹിക്കുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പിൾ നമ്പർ 8 പ്രകാരം അസറ്റ് മാനേജ്മെന്റ് കമ്പനിക്ക് തെറ്റായ മൂല്യനിർണ്ണയം കണ്ടെത്താനും തടയാനും വേണ്ട നയങ്ങളും നടപടികളും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും തെറ്റായ മൂല്യനിർണ്ണയം ഉണ്ടായാൽ ബെയ്മയ്ക്ക് അതിനെ കണ്ടെത്താനും ഒഴിവാക്കാനും വേണ്ട നടപടികൾ ഉണ്ടാകണം. പ്രിൻസിപ്പിൾ നമ്പർ 9 പ്രകാരം മൂല്യനിർണ്ണയത്തിന്റെ കാരണം ഉൾപ്പെടെ ഇന്റർ സ്കീം ട്രാൻസ്ഫറുകൾ ഉൾപ്പെടെയുള്ള എല്ലാ ഡോക്യുമെന്റേഷനും അസറ്റ് മാനേജ്മെന്റ് കമ്പനി സെബി റെഗുലേഷൻ ആക്ടിലെ റെഗുലേഷൻ 50 പ്രകാരം സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും വേണം. ഇപ്പോൾ നാം വാല്യുവേഷൻ പ്രിൻസിപ്പിൾ നമ്പർ 10 കുറിച്ച് സംസാരിക്കാം. നമുക്ക് നോക്കാം. നാം ഡെറ്റ് മാർക്കറ്റിലും മണി മാർക്കറ്റിലും ഡീൽ ചെയ്യുമ്പോൾ വാല്യുവേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് എന്തെന്നാൽ, നാം ഒരു ഡെറ്റ് അല്ലെങ്കിൽ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുമ്പോൾ ഫെയർ വാല്യുവേഷൻ പ്രിൻസിപ്പിൾ പറയുന്നത് അതേ സെക്യൂരിറ്റിയുടെയും സമാനമായ സെക്യൂരിറ്റികളുടെയും ട്രേഡുകളുടെ വിലകൾ എല്ലാ ലഭ്യമായ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നോ പരിഗണിക്കണം എന്നതാണ്. അതിനാൽ ഡെറ്റ് ആൻഡ് മണി മാർക്കറ്റ് സെക്യൂരിറ്റികളുടെ വാല്യുവേഷനിൽ ന്യായത ഉറപ്പാക്കാൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനി അതേ സെക്യൂരിറ്റിയുടെയും സമാനമായ സെക്യൂരിറ്റികളുടെയും ട്രേഡുകളുടെ വിലകൾ എല്ലാ ലഭ്യമായ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നോ പരിഗണിക്കണം. മണി മാർക്കറ്റിലും ഡെറ്റിലും നാം സെക്യൂരിറ്റികളിൽ ഡീൽ ചെയ്യുമ്പോൾ അതിന്റെ ഫെയർനെസ് ഉറപ്പാക്കാൻ നാം ഏത് വാല്യുവേഷൻ പ്രിൻസിപ്പിൾ പ്രയോഗിച്ചാലും അത് ഒരു ഡെറ്റ് സെക്യൂരിറ്റിയിലായിരിക്കട്ടെ. അതുപോലെ തന്നെ അതേ സെക്യൂരിറ്റി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ലഭ്യമായിട്ടുണ്ടെങ്കിൽ അതും നാം റിവ്യൂ ചെയ്യുകയും പരിശോധിക്കുകയും ചെയ്യും. ഇവയായിരുന്നു ഫെയർ വാല്യുവേഷൻ പ്രിൻസിപ്പിളുകൾ. ഇപ്പോൾ നാം നെറ്റ് ആസറ്റ് വാല്യൂവിനെ കുറിച്ച് സംസാരിക്കാം. നെറ്റ് ആസറ്റ് വാല്യൂ എന്നത് എന്താണ്, അത് എങ്ങനെ കണക്കാക്കുന്നു? അതിനു മുമ്പ് നമുക്ക് സ്കീമിന്റെ നെറ്റ് ആസറ്റുകൾ എന്താണ് എന്ന് നോക്കേണ്ടതുണ്ട്. നമുക്ക് ഒരു ഉദാഹരണം വഴി ഇത് മനസ്സിലാക്കാം. നിക്ഷേപകർ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ 20 കോടി യൂണിറ്റുകൾ ഓരോന്നും 10 രൂപയ്ക്ക് വാങ്ങുന്നു. ആ സ്കീം 10 രൂപയ്ക്ക് 20 കോടി യൂണിറ്റുകൾ മൊബിലൈസ് ചെയ്യുന്നു, അതായത് 100 കോടി രൂപ. നിക്ഷേപകർ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ 20 കോടി യൂണിറ്റുകൾ 10 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനി 200 കോടി രൂപ മൊബിലൈസ് ചെയ്തു. അവരത് 40 കോടി രൂപ ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അത് 10% വർദ്ധിച്ചു. അങ്ങനെ 200 കോടിയിൽ നിന്ന് ഒരു 140 കോടി ഫണ്ട് മാനേജർമാർ ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചു. ആ ഭാഗം 10% വർദ്ധിച്ചു. ബാക്കി തുകയായ 60 കോടി 200 കോടിയിൽ നിന്ന് ബാക്കിയുള്ള 60 കോടി, അതാണ് നിക്ഷേപകരിൽ നിന്ന് സമാഹരിച്ച ബാക്കി തുക. അത് ബാങ്ക് ഡിപ്പോസിറ്റിൽ വെച്ചു. അങ്ങനെ ആ 60 കോടി ബാങ്ക് ഡിപ്പോസിറ്റിൽ നിക്ഷേപിച്ചു. അതിന് പലിശ ലഭിക്കും. സ്കീമിന് ലഭിച്ച ഡിവിഡൻഡ് 8 കോടി രൂപയാണ്. സ്കീമിന്റെ ചെലവുകൾ 4 കോടി രൂപയാണ്. കൂടാതെ 1 കോടി രൂപയുടെ ചെലവുകൾ കൂടി നൽകാനുണ്ട്. ഇവിടെ നോക്കൂ. സ്കീമിന്റെ ലേബിലിറ്റികൾ: യൂണിറ്റ് ക്യാപിറ്റൽ 2 കോടി രൂപ ലാഭം, 8 കോടി രൂപ വരുമാനം, ലഭിച്ച പലിശയും ഡിവിഡൻഡും, 4 കോടി രൂപ ചെലവുകൾ, കൂടാതെ നൽകേണ്ട ചെലവുകൾ എന്നിവയെ അടിസ്ഥാനമാക്കി സ്കീമിന്റെ നെറ്റ് ആസറ്റ് മൂല്യം എങ്ങനെ കണക്കാക്കാം എന്നതാണ്. നമ്മുടെ എല്ലാ ചെലവുകളും നെറ്റ് ആസറ്റിൽ നിന്ന് അകറ്റി കണക്കാക്കും. അതുപോലെ തന്നെ നെറ്റ് ആസറ്റ് മൂല്യം കണക്കാക്കുമ്പോഴും. അതിനാൽ നമ്മുടെ സ്കീമിന്റെ നെറ്റ് ആസറ്റുകളും അവയുടെ മൂല്യവർധനയും അവയുടെ ക്യാപിറ്റൽ ഗെയിനുകളും ഉൾപ്പെടുന്നു. നാം ഇക്വിറ്റിയിൽ നിക്ഷേപിച്ചിരിക്കുന്ന പണം എത്ര ശതമാനം വർദ്ധിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഡെറ്റിലോ ബാങ്ക് ഡിപ്പോസിറ്റിലോ നിക്ഷേപിച്ചിരിക്കുന്ന പണത്തിന് ലഭിച്ച പലിശയും ആ പലിശ ക്രൂഡ് നോട്ട് റിസീവ്ഡ് ആയി അതും അതിൽ ഉൾപ്പെടും. റിസീവ്ഡ് ചെയ്ത പലിശയും അതിൽ ഉൾപ്പെടും. ഡിവിഡൻഡ് റിസീവ്ഡ് ചെയ്തും അതിൽ ഉൾപ്പെടും. ഇതെല്ലാം നമ്മുടെ എല്ലാ ഗെയിനുകളും നെറ്റ് ആസറ്റുകൾ കണക്കാക്കുമ്പോൾ ചേർക്കേണ്ടവയാണ്. അതുപോലെ തന്നെ സ്കീമിന്റെ ചെലവുകൾ, പേയബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പലിശയോ ഏതെങ്കിലും ക്യാപിറ്റൽ ലോസുകളോ, ആ ചെലവുകൾ എല്ലാം നിങ്ങൾ നെറ്റ് ആസറ്റുകളിൽ നിന്ന് കുറയ്ക്കണം. അതിനുശേഷം ബാക്കി വരുന്ന മൂല്യമാണ് സ്കീമിന്റെ ക്വാളിറ്റി നെറ്റ് ആസറ്റ് വാല്യൂ. ഇതേ ചോദ്യം തന്നെയാണ് വീണ്ടും ചോദ്യത്തിലേക്ക് വരുമ്പോൾ. സ്കീമിന് ലഭിച്ച ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് എന്നിവ 8 കോടി രൂപയായിരുന്നു. സ്കീമിന്റെ ചെലവുകൾ 4 കോടി രൂപയും കൂടാതെ 1 കോടി രൂപയുടെ അധിക ചെലവുകളും ഉണ്ടായിരുന്നു. അതിനാൽ സ്കീമിനൊപ്പം 220 കോടി രൂപയുണ്ടായിരുന്നു. അതിൽ 8 കോടി രൂപയുടെ ഇൻട്രസ്റ്റ്, ഡിവിഡൻഡ് ലഭിച്ചു. അതിൽ നിന്ന് 4 കോടി രൂപയുടെ ചെലവുകളും 1 കോടി രൂപയുടെ അധിക ചെലവുകളും കുറയ്ക്കും. അതിനാൽ 3 രൂപ ബാക്കി വന്നു, അതായത് 200 രൂപ ഇടാൻ.
യൂണിറ്റ് ക്യാപിറ്റൽ കൂടാതെ 3 രൂപയുടെ ക്യാപിറ്റൽ അപ്രീഷിയേഷൻ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നാണ്, അതായത് 14. അതിനാൽ യൂണിറ്റ് ഹോൾഡർ ഫണ്ട് 217 ആണ്. അപ്പോൾ ഈ ഉദാഹരണത്തിൽ സ്കീമിന്റെ മൊത്തം ആസ്തി 270 ആണ്. ഈ മൊത്തം ആസ്തികളെ കുടിശ്ശികയുള്ള യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് നമ്മുടെ ധനം ലഭിക്കും. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം, നെറ്റ് ആസ്തിയിൽ പ്ലസ് ആവുന്നവയും മൈനസ് ആവുന്നവയും ഏതൊക്കെയാണെന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഈ ഉദാഹരണത്തിൽ നമ്മുടെ നെറ്റ് ആസ്തികളിൽ ഇൻട്രസ്റ്റ് വരുമാനം പ്ലസ് ആകും, ഡിവിഡൻഡ് വരുമാനം പ്ലസ് ആകും, റിയലൈസ്ഡ് ക്യാപിറ്റൽ ഗെയിൻസ് പ്ലസ് ആകും, വാലുവേഷൻ ഗെയിൻസ് പ്ലസ് ആകും, റിയലൈസ്ഡ് ക്യാപിറ്റൽ ലോസ് പ്ലസ് ആകും, വാലുവേഷൻ ലോസ്, റിയലൈസ്ഡ് ക്യാപിറ്റൽ ലോസ് മൈനസ് ആകും, വാലുവേഷൻ ലോസ് മൈനസ് ആകും, ചെലവുകൾ മൈനസ് ആകും. ഇവിടെ ഞാൻ ഒരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ഇതും പ്ലസ് ആകും. പലർക്കും സംശയം വരാറുണ്ട്, ഇൻട്രസ്റ്റ് ക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് പ്ലസ് ആകുമോ മൈനസ് ആകുമോ, അല്ലെങ്കിൽ അതിന് യാതൊരു ട്രീറ്റ്മെന്റും ഉണ്ടാകില്ലേ എന്ന്. അതിനാൽ നെറ്റ് ആസ്തി കണക്കാക്കുമ്പോൾ അതും ചേർക്കണം. അതിനാൽ ഇൻട്രസ്റ്റ് ക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ചേർക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കാം. നൽകിയിരിക്കുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് NAV എങ്ങനെ കണക്കാക്കാം. നാം ഫോർമുല കണ്ടു. നെറ്റ് ആസ്തികൾ ഡിവൈഡ് ചെയ്തു യൂണിറ്റുകളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എണ്ണം. പരീക്ഷയിൽ ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ വരും. ചിലപ്പോൾ 2 ചോദ്യങ്ങൾ വരാനും സാധ്യതയുണ്ട്. നമുക്ക് സ്കീമിന്റെ നെറ്റ് ആസ്തികൾ അറിയേണ്ടതും യൂണിറ്റുകളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എണ്ണം അറിയേണ്ടതുമാണ്. ഇത് ചോദ്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ടാകും. നിങ്ങൾ സ്കീമിന്റെ നെറ്റ് ആസ്തികൾ കണക്കാക്കിയതിനു ശേഷം ലഭിക്കുന്ന മൂല്യം യൂണിറ്റുകളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എണ്ണത്തിൽ ഡിവൈഡ് ചെയ്താൽ നിങ്ങളുടെ NAV ലഭിക്കും. ഇത് വളരെ ലളിതമായ ചോദ്യമാണ് നിങ്ങൾക്ക് വരുന്നത്. നാം 2 ഉദാഹരണങ്ങൾ കാണാം. ഈ 2 ഉദാഹരണങ്ങളും നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ കണക്കാക്കണം എന്നത് വളരെ വ്യക്തമായിരിക്കും. നോക്കാം എങ്ങനെ കണക്കാക്കാം. ഡേറ്റ നൽകപ്പെട്ടിരിക്കുന്ന വിവരങ്ങൾ: സ്റ്റോക്കുകളുടെ മൂല്യം 50 കോടി, ബോണ്ടുകളുടെ മൂല്യം 67 കോടി, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളുടെ മൂല്യം 2.36 കോടി, ക്രൂഡ് നോട്ട് ലഭിച്ച ഡിവിഡൻഡ് 1.09 കോടി, ക്രൂഡ് നോട്ട് ലഭിച്ച പലിശ 2.6 കോടി, ഫീസ് പേയബിൾ 0.36 കോടി, ഔട്ട്സ്റ്റാൻഡിംഗ് യൂണിറ്റുകളുടെ എണ്ണം 90 കോടി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ NAV കണക്കാക്കാൻ ആദ്യം നമുക്ക് വേണം നെറ്റ് ആസറ്റ്സ് ഓഫ് ദ സ്കീം, അതായത് സ്കീമിന്റെ ശുദ്ധ ആസ്തി. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ സ്റ്റോക്കുകളുടെ മൂല്യവും ബോണ്ടുകളുടെ മൂല്യവും വരും, അവയുടെ അപ്രീസിയേഷൻ മൂല്യവും വരും. എന്നാൽ ഇവിടെ അത് നൽകിയിട്ടില്ല. അപ്പോൾ ഇവിടെ നമുക്ക് നെറ്റ് ആസറ്റ്സ് ഓഫ് ദ സ്കീം കണ്ടെത്താൻ ആദ്യം കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ തുടങ്ങുകയാണ്. ഉദാഹരണത്തിന്, സ്റ്റോക്കുകളുടെ മൂല്യം 150 കോടി പ്ലസ്, ബോണ്ടുകളുടെ മൂല്യം 67 കോടി പ്ലസ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റുകളുടെ മൂല്യം 2.36 കോടി പ്ലസ്, ഡിവിഡൻഡ് ക്രൂഡ് നോട്ട് റിസീവ്ഡ് 0.09 കോടി. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഡിവിഡൻഡ് ക്രൂഡ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ക്രൂഡ് ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തതും ഇതിൽ കൂട്ടിച്ചേർക്കും. അതിനാൽ 0.09 കോടി കണക്കാക്കുമ്പോൾ ചേർക്കണം. സെറ്റ് മൂല്യം കണക്കാക്കുമ്പോൾ ഇൻട്രസ്റ്റ് ലഭിക്കാത്തതും വീണ്ടും ചേർക്കണം. അതിനാൽ 150 പ്ലസ് 67 പ്ലസ് 2.36 പ്ലസ് 1.09 പ്ലസ് 2.68 കോടി, ഫീസ് പേയബിൾ 0.36 കോടി ഇതിൽ നിന്ന് കുറയ്ക്കണം. അതിനാൽ ഏതെങ്കിലും ചെലവുകൾ, ഏതെങ്കിലും ഫീസ് പേയബിൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അത് കുറയ്ക്കണം. അതിനാൽ ഫീസ് പേയബിൾ നാം മൈനസ് ചെയ്യും. പിന്നെ ലഭിക്കുന്ന സംഖ്യ യൂണിറ്റുകളുടെ ഔട്ട്സ്റ്റാൻഡിംഗ് എണ്ണത്തിൽ വിഭജിക്കണം എന്ന് വളരെ വ്യക്തമായി ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1.90 കോടി യൂണിറ്റുകൾ. അതിനാൽ എല്ലാം ചേർത്ത് 1.90 വിഭജിക്കണം. എല്ലാം ചേർത്ത് 222.77. അതിനെ 1.90 വിഭജിക്കുമ്പോൾ 117.25 വരുന്നു. അതിനാൽ ഈ ക്വീമിയുടെ NAV ഈ പ്രത്യേക ഉദാഹരണത്തിൽ 117.25 ആണ്. അതാണ് എക്സാക്ട് ആൻസർ. ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് അൻസൺ പരീക്ഷയിൽ ലഭിക്കും. അതുപോലെ തന്നെ ആദ്യം നിങ്ങൾക്ക് നെറ്റ് ആസറ്റ് വാല്യൂ കണക്കാക്കണം. അതിനുശേഷം അതിനെ യൂണിറ്റുകളുടെ എണ്ണത്തിൽ വിഭജിക്കണം. നിങ്ങളുടെ NAV ലഭിക്കും. വളരെ ക്ലിയറായ ചോദ്യമാകും, വളരെ എളുപ്പമുള്ള ചോദ്യമാകും. ചൊല്ലി ഒരു ഉദാഹരണം കൂടി നോക്കാം, കണക്കാക്കാം. സ്റ്റോക്കിന്റെ മൂല്യം 230 കോടി, മണി മാർക്കറ്റിലെ മൂല്യം 5 കോടി, ഡിവിഡൻഡ് റിസീവബിൾ 2.39 കോടി, പർച്ചേസ് ഷെയർ ആൻഡ് പേയബിൾ അമൗണ്ട് 7.5 കോടി, സെയിൽ ഇൻ റിസീവബിൾ അമൗണ്ട് 2.34 കോടി, ഫീസ് പേയബിൾ 0.41 കോടി, ഔട്ട്സ്റ്റാൻഡിംഗ് യൂണിറ്റുകളുടെ എണ്ണം 2.65 കോടി. ഇപ്പോൾ നോക്കാം ഇതിൽ നാം എന്തെല്ലാം ചേർക്കാൻ കഴിയുമെന്ന്. സ്റ്റോക്കുകളുടെ മൂല്യം 230 കോടി, ഇത് ചേർക്കാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റിന്റെ മൂല്യം 5 കോടി, ഇതും ചേർക്കാം. ഡെബിറ്റ് ക്രൂഡ് നോട്ട് റിസീവ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതും ചേർക്കും. 2.39 അമൗണ്ട് പേയബിൾ പർച്ചേസ് ഷെയർ, ഇത് മൈനസ് ചെയ്യും. കാരണം പേയബിൾ ആണ്, എനിക്ക് നൽകേണ്ട ചിലവുകൾ എല്ലാം മൈനസ് ചെയ്യും. ഷെയർ വിൽപ്പനയിൽ നിന്ന് ലഭിച്ച തുക ഇത് പ്ലസ് ചെയ്യും, പ്ലസ് 2.3. അതിൽ മൈനസ് വേണം, മൈനസ് 0.4 കോടി. ആകെ ഔട്ട്സ്റ്റാൻഡിംഗ് യൂണിറ്റുകളുടെ എണ്ണം 2.65 കോടി. അതിനാൽ കണക്കാക്കുമ്പോൾ ഇത് 2.65 കൊണ്ട് വിഭജിക്കണം. അതിനാൽ ഉത്തരം ആണ് 87.4.
ഈ കേസിൽ ഉത്തരം 87ഉം 4ഉം ആണ്. വളരെ എളുപ്പമുള്ള ഉദാഹരണമാണ് ഇത്. വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇതിൽ വരാറുള്ളത്. ഇതാണ് NAV എങ്ങനെ കണക്കാക്കുന്നു എന്നത്. നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു ചോദ്യം വന്നാൽ ഇതേ രീതിയിൽ തന്നെ നെറ്റ് ആസറ്റ് വാല്യൂ കണക്കാക്കി പിന്നെ NAV കണക്കാക്കണം. ഞാൻ പറഞ്ഞ 2 പോയിന്റുകൾ മാത്രം നിങ്ങൾ ശ്രദ്ധയിൽ വയ്ക്കണം. ഇൻട്രസ്റ്റ് അക്രൂഡ് ബട്ട് നോട്ട് റിസീവ്ഡ്, ഡിവിഡൻഡ് അക്രൂഡ് ബട്ട് റിസീവ്ഡ്. ഈ 2 കാര്യങ്ങളും നമുക്ക് പ്ലസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നാം മാർക്കറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഓരോ സെക്യൂരിറ്റിയുടെയും മൂല്യനിർണ്ണയ പ്രക്രിയയിൽ പ്രധാനപ്പെട്ടത് എന്തെന്നാൽ മാർക്കറ്റിൽ ഏതെങ്കിലും സമയത്ത് നാം ഒരു സെക്യൂരിറ്റിയുടെ മാർക്കറ്റ് മൂല്യം നോക്കുമ്പോഴും നമ്മുടെ മാർക്കറ്റിൽ ഈ സമയത്ത് യഥാർത്ഥത്തിൽ എത്ര ലാഭം ലഭിച്ചിരിക്കുന്നു, എത്ര നഷ്ടം സംഭവിച്ചിരിക്കുന്നു എന്നതും നോക്കുന്നു. ഈ പ്രക്രിയയാണ് മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. മാർക്കറ്റിൽ ഇടപാടുകൾ നടക്കുമ്പോൾ നാം നിക്ഷേപിച്ച മൂല്യവും നാം വാങ്ങിയ ഷെയറുകളുടെ മൂല്യവും ഓരോ സെക്കൻഡിലും ഓരോ ടിക്കിലും മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ നാം ഏതെങ്കിലും സമയത്ത് നമ്മുടെ മൂല്യം നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ലാഭം കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ നഷ്ടം കാണാം. ഇതിനെ തന്നെ മാർക്കറ്റ് ടു മാർക്കറ്റ് എന്ന് വിളിക്കുന്നു. അതായത് നാം മാർക്കറ്റിന്റെ മൂല്യം ഏതെങ്കിലും നിശ്ചിത സമയത്ത് അടയാളപ്പെടുത്തുകയാണ്. ഉദാഹരണത്തിന്, ഞാൻ ഏതെങ്കിലും കമ്പനിയുടെ ഷെയർ വാങ്ങി 1 മണിക്കൂർ കഴിഞ്ഞോ 2 മണിക്കൂർ കഴിഞ്ഞോ ഞാൻ അതിന്റെ മൂല്യം നോക്കുന്നു. സാധാരണയായി നാം മൂല്യം നോക്കുന്നത് 3:45 മണിയോടെയാണ്. മാർക്കറ്റ് അവസാനിച്ചപ്പോൾ ഇന്ന് എന്താണ് സംഭവിച്ചത്, ഇന്ന് ഞാൻ എത്ര പണം സമ്പാദിച്ചു അല്ലെങ്കിൽ എത്ര പണം നഷ്ടപ്പെട്ടു എന്നത് നോക്കുന്നു. അതിനാൽ ഞാൻ മുഴുവൻ ദിവസം ട്രേഡിംഗ് ചെയ്തെല്ലാം ഞാൻ 3:20, 3:25, 3:30 മാർക്കറ്റ് അടയാളപ്പെടുന്ന സമയത്ത് നോക്കുന്നു. അപ്പോൾ ഞാൻ എന്റെ ലാഭനഷ്ടം കണക്കാക്കുന്നു. അതിനാൽ ഇങ്ങനെ പറയാറുണ്ട്, ഇന്ന് എത്ര ലാഭം ഉണ്ടായി, എന്റെ മാർക്കറ്റിൽ എത്ര ലാഭം ഉണ്ടായി, മാർക്കറ്റ് അടയാളപ്പെടുന്ന സമയത്ത് ഞാൻ എത്ര പണം സമ്പാദിച്ചു അല്ലെങ്കിൽ എത്ര പണം നഷ്ടപ്പെട്ടു. അവയെല്ലാം ഏതെങ്കിലും ഷെയറുകളിൽ നിങ്ങൾക്ക് ചില ഷെയറുകൾ ഉയരാം, ചിലത് താഴേക്കും പോകാം. നിങ്ങൾ കൂടുതൽ ഷെയറുകളിൽ ട്രേഡിംഗ് ചെയ്തിട്ടുണ്ടാകും. അതിനാൽ നിങ്ങൾക്ക് എത്ര പണം ലഭിച്ചോ അല്ലെങ്കിൽ എത്ര പണം പോയോ ആ സമയത്ത് നെറ്റിൽ എത്രയാണോ വന്നത് അതിനെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നാം ചില മ്യൂച്വൽ ഫണ്ടുകളുടെ ചെലവുകൾ കുറിച്ച് സംസാരിക്കാം. നോക്കൂ, മ്യൂച്വൽ ഫണ്ട് കമ്പനി ഏത് ചെലവുകളും ഏറ്റെടുക്കുന്നുവോ അവ വ്യക്തമാക്കണം. ഒരു നിക്ഷേപകനോട് വളരെ വ്യക്തമായ രീതിയിൽ പറയേണ്ടതുണ്ട് നിങ്ങൾ ഏത് ചെലവുകൾ ഏറ്റെടുത്തുവെന്ന്. നമുക്ക് ഒരു ലിസ്റ്റ് ഉണ്ട്, നാസൻ പറഞ്ഞതാണത്. ആ ലിസ്റ്റ് എന്താണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് അഡ്വൈസറി ഫീസ്, സ്കീമിൽ ചാർജ് ചെയ്യുന്ന മറ്റ് ഫീസുകൾ. ഈ ഫീസുകളുടെ വിശദാംശങ്ങൾ മുഴുവൻ സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിൽ പൂർണ്ണമായും വെളിപ്പെടുത്തണം. അതിൽ ഇതിന്റെ മുഴുവൻ വിശദീകരണവും ഉണ്ടാകും. ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറി ഫീസിന് പുറമെ മ്യൂച്വൽ ഫണ്ട് കമ്പനി ചാർജ് ചെയ്യാവുന്ന മറ്റ് ചില ചെലവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മാർക്കറ്റിംഗ് ആൻഡ് സെല്ലിംഗ് എക്സ്പെൻസ്, ബ്രോക്കറേജ്, ട്രാൻസാക്ഷൻ കോസ്റ്റ്, രജിസ്ട്രാർ സർവീസ്, യൂണിറ്റ് ട്രാൻസ്ഫറിനും ഫീസിനും, ട്രസ്റ്റികളുടെ ഫീസ്, ഓഡിറ്റ് ഫീസ്, കസ്റ്റോഡിയൻ ഫീസ്, ഇൻവെസ്റ്റർ കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ച ചെലവുകൾ, ഫണ്ട് ട്രാൻസ്ഫർ, ലൊക്കേഷൻ ചെലവുകൾ, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് നൽകുന്നതിനും ഡിവിഡൻഡ് ഡിസ്പാച്ച് ചെയ്യുന്നതിനും ചെലവാകുന്ന കോസ്റ്റ്, ഇൻഷുറൻസ് പ്രീമിയം, ഫണ്ട് അടയ്ക്കുന്നത്, ഫണ്ട് വിൻഡിംഗ് അപ്പ് ചെയ്യുന്നതിനുള്ള ചെലവുകൾ, ക്യാപിറ്റൽ റീഡംപ്ഷൻ സംബന്ധിച്ച അഡ്വർടൈസ്മെന്റ് ചെലവുകൾ, റിയൽ എസ്റ്റേറ്റ് മ്യൂച്വൽ ഫണ്ടിന്റെ ഇൻഷുറൻസ് ചെലവുകൾ, റിയൽ എസ്റ്റേറ്റ് ലിസ്റ്റിംഗ് ഫീസ്. സ്കീമുകൾ റിക്കഗ്നൈസ്ഡ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫീസ്, എക്സ്ചേഞ്ച് ട്രേഡഡ് കമ്മോഡിറ്റി ഡെറിവേറ്റീവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്കീമുകളുടെ റിക്കറിംഗ് എക്സ്പെൻസസ് എന്നിവയും ഉൾപ്പെടുന്നു. ഈ എല്ലാ ചെലവുകളും സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിൽ വ്യക്തമാക്കണം. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും എത്രയാണെന്നും എവിടെയാണ് ചെലവായതെന്നും വളരെ വ്യക്തമായി രേഖപ്പെടുത്തണം. ഇത് സ്കീം ഇൻഫർമേഷൻ ഡോക്യുമെന്റിന്റെ ഒരു ഭാഗമായിരിക്കും. ഇപ്പോൾ നോക്കാം, പരമാവധി എത്ര ശതമാനം ചെലവുകൾ AMC അസറ്റ് മാനേജ്മെന്റ് കമ്പനി ചാർജ് ചെയ്യാൻ കഴിയുമെന്ന്. ഇല്ല, ഇതിനായി സെബി ഒരു ടേബിളും നൽകിയിട്ടുണ്ട്. അവിടെ നോക്കാം AMC എത്രയോളം ചെലവുകൾ ചാർജ് ചെയ്യാൻ കഴിയുന്നുവെന്ന്, അതിന്റെ പരമാവധി പരിധി എന്താണെന്ന്. മാനേജ്മെന്റ് സ്ലാബ് അനുസരിച്ച് ഇടതുവശത്ത് നിങ്ങൾ കാണുന്ന ടേബിളിൽ ഇക്വിറ്റി സ്കീമുകൾക്കുള്ള മൊത്തം ചെലവ് അനുപാതം, നോൺ ഇക്വിറ്റി സ്കീമുകൾക്കുള്ള മൊത്തം ചെലവ് അനുപാതം എന്നിവ കാണാം. ഒരു സ്കീം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ 500 കോടി രൂപയുടെ ഡെയിലി നെറ്റ് ആസറ്റിൽ ആദ്യ 500 കോടി വരെയുള്ള കാലയളവിൽ മ്യൂച്വൽ ഫണ്ട് കമ്പനി പരമാവധി ചെലവ് അനുപാതം ഇക്വിറ്റി ഓറിയന്റഡ് സ്കീമുകൾക്കായി 2.5% വരെ, മറ്റ് സ്കീമുകൾക്കായി 2% വരെ ചാർജ് ചെയ്യാം. അടുത്ത 250 കോടി രൂപയിൽ ഇക്വിറ്റിക്ക് 2%, മറ്റ് സ്കീമുകൾക്ക് 1.75%. അടുത്ത 1250 കോടി രൂപയിൽ ഇക്വിറ്റിക്ക് 1.75%, മറ്റ് സ്കീമുകൾക്ക് 1.5%. അടുത്ത 3000 കോടി രൂപയിൽ ഇക്വിറ്റിക്ക് 1.6%, മറ്റ് സ്കീമുകൾക്ക് 1.35%. 5000 കോടി രൂപയ്ക്ക് മുകളിൽ ഇക്വിറ്റിക്ക് 1.05%, മറ്റ് സ്കീമുകൾക്ക് 0.8%. ഇതെല്ലാം ഒരു ടേബിളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. AMC എത്ര ചാർജ് ചെയ്യും, എങ്ങനെ ചാർജ് ചെയ്യും, ഇവയെല്ലാം നെറ്റ് ആസറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. നിങ്ങൾ കണ്ടതുപോലെ ആദ്യത്തെ 500 കോടി രൂപയിൽ ഇത്രയാണ് ചാർജ് ചെയ്യുന്നത്.
അടുത്ത 250 കോടി രൂപയിൽ ഇത്രയും, പിന്നെ 500 കോടി രൂപയിൽ ഇത്രയും എന്നിങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്. അതിനാൽ ഇതാണ് AMC ചാർജ് ചെയ്യാൻ കഴിയുന്ന പരമാവധി പരിധി. ചാപ്റ്ററിലെ അടുത്ത വിഷയം എൻട്രി ലോഡും എക്സിറ്റ് ലോഡും എന്താണ് എന്നതാണ്. മുമ്പ് മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് എൻട്രി ലോഡ് നൽകേണ്ടതുണ്ടായിരുന്നു. ഏറ്റവും സാധാരണയായി ഓരോ സ്കീമിലും ഏകദേശം 1% എൻട്രി ലോഡ് ആയിരുന്നു. അതായത് നിങ്ങൾ 1,00,000 രൂപ നിക്ഷേപിച്ചാൽ അതിൽ നിന്ന് 1% നേരത്തെ തന്നെ കുറയ്ക്കപ്പെടും. അവിടെ 1000 രൂപ കുറച്ച് നിങ്ങളുടെ 49,000 രൂപ മാത്രമാണ് നിക്ഷേപിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ സെബി ഇതിനെ മാറ്റി. എൻട്രി ലോഡ് ഇനിയില്ല. ഇപ്പോൾ എൻട്രി ലോഡ് ഒന്നുമില്ല. നിങ്ങൾ എത്ര രൂപ നിക്ഷേപിച്ചാലും അത്രയേ നിക്ഷേപിക്കപ്പെടുകയുള്ളൂ. മറ്റു ചിലവുകൾ ഫണ്ടിനാൽ ഈടാക്കപ്പെടുന്നുണ്ടെങ്കിലും എൻട്രി ലോഡ് ഇപ്പോൾ ഇല്ലാതായിട്ടുണ്ട്. എങ്കിലും എക്സിറ്റ് ലോഡ് ഇപ്പോഴും നിലനിൽക്കുന്നു. മിക്ക എക്വിറ്റി സ്കീമുകളിലും നിങ്ങൾ നിക്ഷേപം നടത്തിയതിന്റെ ഒരു വർഷത്തിനുള്ളിൽ പണം പിൻവലിച്ചാൽ ഏകദേശം 1% എക്സിറ്റ് ലോഡ് ഈടാക്കുന്നു. നിക്ഷേപത്തിൽ നിങ്ങൾ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് പണം പിൻവലിച്ചാൽ മിക്ക എക്വിറ്റി സ്കീമുകളും ഏകദേശം 1% ചാർജ് ഈടാക്കുന്നു. ചിലപ്പോൾ 0.5%, 0.05% അല്ലെങ്കിൽ 0.05% വരെ ചിലർ ഈടാക്കാറുണ്ട്. എങ്കിലും ഉദാഹരണത്തിന് ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം 1% എക്സിറ്റ് ലോഡ് ഈടാക്കുന്നു. നിങ്ങൾ ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് എക്വിറ്റി സ്കീമിൽ നിന്ന് പണം പിൻവലിച്ചാൽ, അതിനാൽ നിങ്ങളുടെ മാർക്കറ്റ് മൂല്യം എത്രയാണെങ്കിലും നിങ്ങൾ റീഡീം ചെയ്യുമ്പോൾ എക്സിറ്റ് ലോഡിന് മുമ്പ് നിങ്ങൾ റീഡീം ചെയ്ത ഒരു വർഷം കഴിയുന്നതിന് മുമ്പ് നിങ്ങൾ റീഡീം ചെയ്യുകയാണെങ്കിൽ ആ സ്കീമിൽ 1% എക്സിറ്റ് ലോഡ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റ് മൂല്യത്തിൽ നിന്ന് 1% കുറച്ച് മാത്രമേ നിങ്ങൾക്ക് ലഭിക്കൂ. ഇതായിരുന്നു എക്സിറ്റ് ലോഡിന്റെ ആശയം. സുഹൃത്തുക്കളെ, ഇതാണ് NAV എന്ന അധ്യായത്തിലെ 7ാം ഭാഗം മുഴുവൻ. നാം ഫെയർ വാലുവേഷൻ പ്രിൻസിപ്പിൾസ് കണ്ടു, NAV കണ്ടു, മാർക്കറ്റ് കണ്ടു, മൊത്തം ചെലവുകൾ കണ്ടു, അതിനുശേഷം എക്സിറ്റ് ലോഡ് കണ്ടു. ഈ അധ്യായത്തിൽ ഇത്രയേറെ 5-6 പോയിന്റുകളാണ് ഉള്ളത്. വളരെ എളുപ്പമുള്ള ഒരു അധ്യായമാണ്. ഈ അധ്യായത്തിൽ നമ്മൾ ഓർമ്മവെക്കേണ്ട ചില പോയിന്റുകൾ ഉണ്ട്. സാധാരണയായി 4 മുതൽ 5 ചോദ്യങ്ങൾ വരെയും അതും വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളുമാണ് വരുന്നത്. അപ്പോൾ നോക്കാം ഈ അധ്യായത്തിൽ നിന്ന് എങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരാറുള്ളത്. കൂടാതെ കൂടുതൽ ചില ചോദ്യങ്ങൾ കൂടി നോക്കാം. ചോദ്യം നമ്പർ 1. ഫെയർ വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ്. സെബി പുറത്തിറക്കിയിട്ടുള്ളത് വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ് ഡിസ്ക്ലോസ് ചെയ്യുന്നത് നിർബന്ധമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സെബി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഫെയർ വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ് നിർബന്ധമായും ഡിസ്ക്ലോസ് ചെയ്യണം. അവ എവിടെയാണ് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ, അക്കൗണ്ടുകളുടെ സ്റ്റേറ്റ്മെന്റ്, ഇൻവെസ്റ്റർമാർക്ക് പീരിയഡിക് ഫണ്ട്സ് ഫാക്ട് ഷീറ്റുകൾ അല്ലെങ്കിൽ ഫെയർ വാല്യുവേഷൻ പ്രിൻസിപ്പിൾസ് പബ്ലിക്കിൽ പോർട്ട് ചെയ്യരുത്. അതിനാൽ ഉത്തരം സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷൻ. സെബി പറഞ്ഞിട്ടുള്ള എല്ലാ ഫെയർ വാല്യുവേഷൻ പ്രിൻസിപ്പിൾസും സ്റ്റേറ്റ്മെന്റ് ഓഫ് അഡീഷണൽ ഇൻഫർമേഷനിൽ നിർബന്ധമായും ഡിസ്ക്ലോസ് ചെയ്യണം. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഇൻവെസ്റ്റ് 20 കോടി മ്യൂച്വൽ ഫണ്ട് സ്കീം ആദ്യമായി 20 കോടി രൂപ സമാഹരിച്ചപ്പോൾ പിന്നീട് യൂണിറ്റ് മൂല്യം 200 കോടി രൂപയായി ഉയർന്നു. ഒരു തുകനെ ഫോർട്ടിസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് കോഡ് ബാങ്ക് ഡെപ്പോസിറ്റുകൾ, പലിശ, ഡിവിഡൻഡ് ലഭിച്ചിരിക്കുന്നു. സ്കീം ക്രോഡ്, സ്കീംസ് എക്സ്പെൻസ് പേയബിൾ, ഫ്രൂഡ് നോട്ട്. സ്കീം കണക്കാക്കാൻ ആദ്യം പറഞ്ഞത് നെറ്റ് ആസറ്റ് കണ്ടെത്തണം. അതിനുശേഷം ഔട്ട്സ്റ്റാൻഡിംഗ് യൂണിറ്റുകളുടെ എണ്ണം കൊണ്ട് ആകെ തുക വിഭജിക്കണം. ഇവിടെ വ്യക്തമായി കാണാം ഔട്ട്സ്റ്റാൻഡിംഗ് യൂണിറ്റുകളുടെ എണ്ണം 20 കോടിയാണ്. ഇപ്പോൾ നെറ്റ് ആസറ്റ് സ്കീം കണക്കാക്കാം. മൊത്തം 2 കോടി രൂപ മൊബിലൈസ് ചെയ്തതിൽ നിന്ന് 140 കോടി രൂപ ഇക്വിറ്റിയിലേക്കാണ് പോയത്. 60 കോടി രൂപ ഇൻവെസ്റ്റർമാർ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു. മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഫണ്ട് മാനേജർ ബാങ്ക് ഡെപ്പോസിറ്റിൽ സിറ്റി കോഡ് ചേർത്തിട്ടുണ്ട്. അതായത് 140 കോടി 60 കോടി 200 സ്കീമിന് ലഭിച്ച പലിശയും ഡിവിഡൻഡും ഇത്രയാണ്. അതിനാൽ ഈ 200-ൽ നാം ഈ 8 കോടി ചേർത്താൽ 200 കോടി രൂപയാകും. സ്കീമിന്റെ ചെലവുകൾ 4 കോടിയാണ്. അതിനാൽ 208 കോടി മൈനസ് 4 കോടി ചെയ്യുമ്പോൾ 204 കോടി ലഭിക്കും. ഇത് 20 കോടിയിൽ വിഭജിക്കുമ്പോൾ 204 കോടി വിഭജിച്ചാൽ 10.2 കോടി വരും. അതിനാൽ ഉത്തരം ബിയാണ് 20.2 കോടി. അതിനാൽ ഇതിന്റെ ഉത്തരം ബിയാണ്. 10 എന്നത് എത്രയാണ് സ്കീമിൽ ചാർജ് ചെയ്യാവുന്ന പരമാവധി മൊത്തം ചെലവുകൾ എന്ന് ചോദിക്കുന്നു. ഇൻഡെക്സ് ഫണ്ടിന്റെ കാര്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് ഡെയിലി നെറ്റ് ആസറ്റിന്റെ 1% മാത്രമാണ് പരമാവധി മൊത്തം ചെലവായി സ്കീമിൽ ചാർജ് ചെയ്യാൻ കഴിയുക. മ്യൂച്വൽ ഫണ്ടുകൾ, സ്കീമുകൾ എന്നിവയിൽ ഡിവിഡൻഡ് നൽകാൻ കഴിയുന്നത് പ്രീമിയം റിസർവ് അക്കൗണ്ട്, യൂണിറ്റ് ക്യാപിറ്റൽ, സ്കീമിൽ നിന്നുള്ള ഡിസ്ട്രിബ്യൂട്ടബിൾ സർപ്ലസ് എന്നിവയിൽ നിന്നുമാണ്. മാർക്കറ്റിൽ നിന്ന് സ്കീം ജനറേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടബിൾ സർപ്ലസ് ആണ് ഉത്തരം. അതിനാൽ ഉത്തരം സി ആണ്, സ്കീം ജനറേറ്റ് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടബിൾ സർപ്ലസ്. ഒരു സ്കീം ചില സർപ്ലസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ഡിവിഡൻഡ് ആയി മ്യൂച്വൽ ഫണ്ട് സ്കീം ഇൻവെസ്റ്റർമാർക്ക് നൽകാൻ കഴിയും. അതിനാൽ ഉത്തരം സി ആണ്. 5-ാമത്തേത്, മ്യൂച്വൽ ഫണ്ടുകൾക്ക് വ്യത്യസ്തമായ ചാർജുകൾ ഈടാക്കാൻ അനുവാദമുണ്ട്.
എക്സിറ്റ് ലോഡ് നിക്ഷേപത്തിന്റെ തുകയെ അടിസ്ഥാനമാക്കി എപ്പോഴും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കുക. എക്സിറ്റ് ലോഡ് ഒരിക്കലും ഈടാക്കാറില്ല. നിക്ഷേപത്തിന്റെ തുകയെ അടിസ്ഥാനമാക്കി ആരെങ്കിലും 500 രൂപ നിക്ഷേപിച്ചാലും ആരെങ്കിലും 5 കോടി നിക്ഷേപിച്ചാലും എല്ലാവർക്കും സ്കീമിൽ എക്സിറ്റ് ലോഡ് ഒരേപോലെയിരിക്കും. ഇത് മ്യൂച്വൽ ഫണ്ട് സ്കീമും മ്യൂച്വൽ ഫണ്ട് കമ്പനിയും അടിസ്ഥാനമാക്കി വിഭജിക്കപ്പെടണം. അതിനാൽ ഉത്തരം തെറ്റാണ്. മ്യൂച്വൽ ഫണ്ടുകൾ നിക്ഷേപത്തിന്റെ തുകയെ അടിസ്ഥാനമാക്കി വ്യത്യസ്ത എക്സിറ്റ് ലോഡ് ഈടാക്കുന്നില്ല. അതുകൊണ്ടാണ് ഗൈസ്, ഇത് ചാപ്റ്റർ 7-ൽ നിന്നുള്ള ഒരു ചോദ്യം ആയിരുന്നു. ഞങ്ങളുടെ NSNK ബാക്കി വീഡിയോകൾ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യൂ. കൂടാതെ വരാനിരിക്കുന്ന വീഡിയോകൾക്കായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്. വളരെ നന്ദി.